6 മുതൽ 9 തീയതി വരെ സംസ്ഥാന സമ്മേളനം നടക്കാൻ പോവുക. കേരളത്തിൽ ഏതെങ്കിലും മാധ്യമങ്ങൾ, ഏതെങ്കിലും നേതാക്കൾ ഗോവിന്ദൻ മാഷിനെ മാറ്റാൻ പോകുന്നുവെന്നോ, ഗോവിന്ദൻ മാഷിന് പകരം മറ്റാരാണ് വരാൻ പോകുന്നത് എന്നൊരു ചർച്ച തുടങ്ങിയിട്ടില്ലല്ലോ. ഇല്ല. കാര്യം എന്താ? അവിടെ ആ പാർട്ടി അതിനുള്ളിൽ ആ തീരുമാനം എടുക്കുമ്പോൾ സ്വാഭാവികമായും ചർച്ചകൾ ഉണ്ടാവുന്നു എന്നതിനപ്പുറം ഒരു 3-4 ദിവസത്തെ ചർച്ചയ്ക്കപ്പുറത്തേക്ക് അത് പോകുന്നില്ല എന്നുള്ളതാണ്. പാർട്ടി അതാണ് പറയുന്നത്. CPM എന്ന് പറയുന്ന പാർട്ടി ഒരു ഭാഗത്ത് വളരെ മികച്ച രീതിയിൽ ഓർഗനൈസ്ഡ് ആയി താഴെത്തട്ട് മുതൽ ലോക്കൽ കമ്മിറ്റി മുതൽ ബ്രാഞ്ച് കമ്മിറ്റി മുതൽ ഏരിയ കമ്മിറ്റി മുതൽ ജില്ലാ കമ്മിറ്റി മുതൽ സമ്മേളനങ്ങളെല്ലാം പൂർത്തിയാക്കി ചിട്ടയായി കേഡർ ഇപ്പോൾ പാർട്ടി അണിനിരക്കുന്ന ആ നേതാവിന്റെ പുറകിലല്ലേ? പാർട്ടി നോക്കൂ, നേതാവിന്റെ പിന്നിലെന്നല്ലോ. പാർട്ടി ഒരു സംഘടനാ മെഷീനറിയല്ലേ. ആ സംഘടനാ മെഷീനറിയിൽ പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയൻ സംസ്ഥാനത്തിന്റെ 2 തവണ മുഖ്യമന്ത്രിയായി തിരുത്തിക്കുറിച്ചയാളാണ്. 3ാമത്തെ തവണ അദ്ദേഹത്തെ തന്നെ ലീഡറാക്കാൻ തീരുമാനിക്കുന്നു. ഒരു പാർട്ടിക്ക് ഒരു ലീഡർ ഉണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. പാർട്ടിക്ക് ലീഡർ ഇല്ലാത്ത ഒരു പാർട്ടി സംവിധാനങ്ങൾക്ക് സ്വാഭാവികമായും അതിൽ അസ്വാഭാവികതയെ തോന്നുന്നു.